ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്വിസ്മാനിയ. ഇന്നത്തെ വീഡിയോ IT ക്വിസാണ്. കുറച്ച് IT ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഇമേജ് എഡിറ്റിങ്ങിനായി ഉപയോഗിക്കുന്ന GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം GIMP തയ്യാറാക്കിയത് ട്യൂമാസ് ക്യൂസ്മാനൻ എന്ന ഫിൻലൻഡുകാരനാണ്. നമുക്കെല്ലാം സുപരിചിതമായ ജിംപിന്റെ ലോഗോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ചിഹ്നത്തിന്റെ പേരെന്ത്? ഉത്തരം വിൽബർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇലക്ട്രോണിക്സ് ആൻഡ് വിവരസാങ്കേതിക വകുപ്പിന്റെ മന്ത്രി ആരാണ്? ഈ താഴെ കൊടുത്തിട്ടുള്ള ചിഹ്നങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് അതിൻ്റെ ഫുൾ ഫോം ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഇതിനുത്തരം ശ്രീ പിണറായി വിജയൻ. അടുത്ത ചോദ്യം, 1969 ജാനുവരി 2 ഇന്റർനെറ്റിന്റെ ആദ്യത്തെ രൂപമായ അർപ്പാനെറ്റ് എന്ന കമ്പ്യൂട്ടർ ശൃംഖല അവതരിപ്പിച്ചത്. ഈ ശൃംഖലയിലേക്ക് പല രാജ്യങ്ങളും കണ്ണികളായി ചേർന്നു. ഇന്ത്യ ഔദ്യോഗികമായി ഇന്റർനെറ്റിന്റെ ഭാഗമായത് ഏതു വർഷമാണ്? ഉത്തരം 1995 ഓഗസ്റ്റ് 15. അടുത്ത ചോദ്യം, പ്രശസ്തമായ ഒരു മലയാളി എഴുത്തുകാരിയുടെ 113ാമത് ജന്മദിനമായിരുന്ന ജൂലൈ 19, 2022 അവരെ ആദരിക്കുന്നതിനായി അവരുടെ ചിത്രം ഗൂഗിൾ ഡൂഡിലായി അന്നേ ദിവസം ഉൾപ്പെടുത്തി. ആരാണ് ആ എഴുത്തുകാരി? ഇതാണ് ആ ഡൂഡിൽ. ഇതിനുത്തരം ബാലാമണിയമ്മ. അടുത്ത ചോദ്യം, നമുക്കെല്ലാം സുപരിചിതമായ വാക്കാണ് വൈഫൈ. ഇതിന്റെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം വയർലെസ് ഫിഡലിറ്റി. അടുത്ത ചോദ്യം, എല്ലാവരിലേക്കും സൗജന്യമായി ഇന്റർനെറ്റ് സൗകര്യം എത്തിക്കുന്നതിനായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ചു നടപ്പിലാക്കുന്ന പദ്ധതി. ആ പദ്ധതിയുടെ ലോഗോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ പദ്ധതി ഏതെന്നാണ് ചോദ്യം. ഉത്തരം കെ-ഫോൺ. അടുത്ത ചോദ്യം, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് CDAC 1988 മുതൽ നിരവധി സൂപ്പർ കമ്പ്യൂട്ടറുകൾ തയ്യാറാക്കി പുറത്തിറക്കുന്നുണ്ട്. ഇങ്ങനെ പുറത്തിറക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടർ സീരീസിന് നൽകിയിരിക്കുന്ന പേര്? ഉത്തരം പരം. അടുത്ത ചോദ്യം, നമുക്ക് സുപരിചിതമായ ഒരു IT അധിഷ്ഠിത സ്ഥാപനത്തിന്റെ ടാഗ്ലൈൻ ആണ് ഡോണ്ട് ബി എ ഫിൽ. ഏതാണ് ആ സ്ഥാപനം? ആ ചിഹ്നം കണ്ടാൽ തന്നെ നമുക്കറിയാം ഗൂഗിളുടേതാണ്. ഗൂഗിൾ. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറുകളെ പോലെ സ്മാർട്ട് ഫോണുകളും മാൽവെയർ അറ്റാക്കിന്റെ ഭീഷണി നേരിടുന്നു എന്ന് നമുക്കറിയാം. 2004 ജൂൺ മാസമാണ് ലോകത്ത് ആദ്യമായി മൊബൈൽ ഫോണിലെ വൈറസ് അറ്റാക്ക് റിപ്പോർട്ട് ചെയ്തത്. ഏത് വൈറസ് ആയിരുന്നു അത്? ഉത്തരം കാബിർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഗവൺമെന്റ് സൈറ്റുകളുടെ ഡൊമൈൻ .gov.in ആണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡൊമൈൻ ഏതാണ്? ഉത്തരം .edu.in or .ac.in. അടുത്ത ചോദ്യം, ചൈനയിൽ പ്രചാരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ആണ് യൂക്കു. ഈ സൈറ്റ് എന്തിനായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? ഉത്തരം വീഡിയോ ഷെയറിംഗ് ഓർ ഹോസ്റ്റിംഗ് സൈറ്റ്. അടുത്ത ചോദ്യം, മനുഷ്യനോട് രൂപസാദൃശ്യമുള്ള റോബോട്ടുകളെ പൊതുവെ ഹ്യൂമനോയിഡ് റോബോട്ട്സ് എന്നാണ് വിളിക്കുക. സ്ത്രീകളുടെ രൂപസാദൃശ്യമുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഗൈനോയിഡ് റോബോട്ട്സ്. റോബോട്ടിക്കിനെ കുറിച്ച് എന്തായാലും ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം, മദർ ബോർഡിലെ വിവിധ ഘടകങ്ങൾക്ക് കൃത്യമായ വൈദ്യുതി ലഭ്യമാക്കുന്നതിനുള്ള ഉപകരണമാണ് ചിത്രത്തിൽ കാണുന്നത്. ഈ ഉപകരണത്തിന്റെ പേരെന്ത്? ഉത്തരം SMPS. ഫുൾ ഫോം സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. കമ്പ്യൂട്ടർ പാർട്സ് അതിൻ്റെ പൂർണ്ണ രൂപവും പഠിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ സംഘടനയും ഹ്യൂസ് കമ്മ്യൂണിക്കേഷൻ ഇന്ത്യയും സംയുക്തമായി
ഹൈ ത്രോട്ട്പുട്ട് എന്ന ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സംവിധാനം 2022 സെപ്റ്റംബർ മാസം ഔദ്യോഗികമായി പുറത്തുവിട്ടു. ജിസാറ്റ് ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഹൈസ്പീഡ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സംവിധാനം വിദൂര പ്രദേശങ്ങളിലും ലഭ്യമാക്കാൻ സാധിക്കും. പ്രസ്തുത സർക്കാർ സംഘടന ഏതാണ്? ഉത്തരം ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അടുത്ത ചോദ്യം. ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ് കോഹ. ഇത് ഏത് മേഖലയാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ലൈബ്രറി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.